സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യം ആരോഗ്യത്തിൻ്റെ വീട്ടറിവുകളിലേക്ക് പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ അസുഖത്തെക്കുറിച്ചുള്ള വീഡിയോ ധാരാളം പേർ കാണുകയും അത് കേൾക്കുകയും നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ചില കമൻറ്റുകളുണ്ട്, അതിൻ്റെ മറുപടികൾ ഇന്ന് നാളെ കേട്ടിട്ടോളാം. അതുപോലെ തന്നെ ഇനി അത്യാവശ്യമുള്ളവർക്ക് വിളിക്കാനായിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആ ഫോൺ നമ്പർ കൂടെ പിൻ ചെയ്യുന്നുണ്ട്. അതിൽ വിളിക്കുകയും ചെയ്യാം. എപ്പോഴും വിളിച്ചാൽ ഒരു പ്രശ്നം വെച്ചാൽ വല്ല രോഗികളൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ ഉണ്ടാകുന്ന കുറച്ച് വിഷമങ്ങളുണ്ട്. ഇന്നത്തെ വിഷയം നടുവേദന, ശക്തിയായ നടുവേദന. വെറുതെയുള്ള നടുവേദനയല്ല, ഡിസ്ക് ബൾജ് ആയതുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങൾ. കഴുത്തിൽ വേദനയും കൈ കടച്ചിൽ, കൈ പൊന്തിക്കാൻ വയ്യാത്ത പ്രയാസങ്ങൾ. അതുപോലെ തന്നെ ഇന്നൊട്ടുമിക്ക ആളുകളിലും ഉള്ള ഒരു വലിയ പ്രോബ്ലമാണ് ഡിസ്ക് അകൽച്ച. ഡിസ്ക് ബൾജ് ചെയ്യുക, അകലുക ഒക്കെ ചെയ്യുക. അവിടെ ഞരമ്പ് ജാമാകും, നടുവിന് കഠിനമായ വേദനയുണ്ടാകും, കാലിലേക്ക് കടുത്ത വേദനകൾ ഇറങ്ങി വരും, കുറച്ച് നിൽക്കുമ്പോൾ തന്നെ കാലിന് കടച്ചിൽ വരും, ഇരുന്നെണീക്കാൻ പറ്റാതെ വരും. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ നടുവിന് വരുമ്പോഴും ഉണ്ടാകാം. സ്ത്രീകളിലൊക്കെ പ്രധാനമായിട്ടും വരുന്നത് കൈവേദനകളാണ് രാത്രി കാലങ്ങളിൽ. പകൽ പല പണികളിലൊക്കെ എടുത്ത് നടക്കും, ഒരു കുഴപ്പമില്ല. രാത്രി കിടന്നുറങ്ങുമ്പോൾ വെറുതെ ഒരു വേദന കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കും, അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ ഡിസ്ക് ബൾജുകളുടെ ഒക്കെ പ്രധാന കാരണം നമ്മുടെ ജീവിതത്തിൽ വ്യായാമമില്ലായ്മ കൊണ്ടാണ്. അതാരും മറക്കരുത്. വ്യായാമം അത്യന്താപേക്ഷിതമാണ്. നടുവേദന കൊണ്ട് ഡിസ്ക് ബൾജായിട്ട് ആശുപത്രിയിൽ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് സർജറി വേണമെന്നാണ്. സർജറി വേണ്ടെന്നോ ഡോക്ടറെ കാണരുതെന്നോ ഒന്നും ഞാൻ ഒരിക്കലും പറയാറില്ല, പറയുകയില്ല. കാരണം നമുക്കെല്ലാ വൈദ്യശാസ്ത്ര മേഖലകളും വേണം. ആയുർവേദം വേണ്ടിടത്ത് ആയുർവേദം വേണം, അലോപ്പതി വേണ്ടിടത്ത് അലോപ്പതി വേണം. അലോപ്പതി ഡോക്ടറേഴ്സിനെ ഒക്കെ ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളാണ്. എനിക്ക് എല്ലാ വിഭാഗത്തിലെയും അലോപ്പതി ഡോക്ടർമാർ, കേരളത്തിൽ അറിയപ്പെടുന്ന നല്ല ഡോക്ടർമാർ, വിളിച്ചാൽ കിട്ടുന്ന അത്ര അധികം ബന്ധങ്ങളുണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു സംശയം ചോദിക്കുക, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഓർത്തോയുടെ വിഭാഗം വന്ന ഓർത്തോ ഡോക്ടർ, കാർഡിയക് പ്രശ്നങ്ങൾ കണ്ടാൽ അത് ഹൃദ്രോഗ വിദഗ്ധൻ, തൈറോയിഡുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് എൻഡോക്രൈനോളജിസ്റ്റ്, അങ്ങനെ സി സുരേഷ് ഡോക്ടർ, സാബിർ ഡോക്ടർ, രാജേഷ് മുരളീധരൻ ഡോക്ടർ, പീഡിയാട്രിക്കിലും ഗൈനക്കോളജിയിലും ഒക്കെ രേണുക രാധാകൃഷ്ണൻ, അങ്ങനെ തുടങ്ങിയ എല്ലാ ഡോക്ടേഴ്സും അടുത്ത ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് എപ്പോഴും ഞാൻ ഒരു രോഗി വരുമ്പോൾ അത്യാവശ്യം ചില നിർദ്ദേശങ്ങൾ ഞാൻ എടുക്കാറുണ്ട്, സ്വീകരിക്കാറുണ്ട്. എന്നാൽ അതേ ഡോക്ടർമാർ തന്നെ നടുവേദനയ്ക്ക് ഇവിടെ പോയി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞ് വിടാറുമുണ്ട് പല ഡോക്ടർമാരും. അപ്പോൾ നമ്മൾ ഓർക്കണം, നമുക്കെല്ലാ ശാസ്ത്ര മേഖലകളും കൈ കോർത്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് ഒരു രോഗിയുടെ രോഗം സൗഖ്യമാക്കാൻ ഏതാണ് വഴി എന്ന് തീരുമാനിക്കാനുള്ള സന്മനസ്സുകളൊക്കെ ഉണ്ടാവുക അപ്പോഴാണ്. ഇന്ന് നൽകുന്ന ഈ വിഷയം കേരളത്തിൽ എവിടെ ആരോട് ചോദിച്ചാലും നടുവേദനയോ അല്ലെങ്കിൽ കഴുത്തുവേദനയോ കൈവേദനയോ ഇല്ലാത്തവരാരും ഉണ്ടാവില്ല. C2, C3, C4, താഴെ L4, L5, L6 ഒക്കെ ബൾജാകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രോബ്ലമാണ് നമ്മളുടെ ഈ നടുവേദന, കഴുത്തുവേദനയൊക്കെ. ഇന്ന് ഏറെ പ്രധാനമായിട്ട് ഓർക്കണം, നാം കിടക്കുന്ന ബെഡാണ് ഒരു പ്രധാന കാരണം. ഡോക്ടേഴ്സ് ബെഡ്, ഓർത്തോ ബെഡ് എന്നൊക്കെ പറഞ്ഞ് സാധാരണ ജനങ്ങളെ
പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കുന്ന കച്ചവടം നടത്തുന്ന ഒരു കാലഘട്ടവും കൂടിയാണിത്. അപ്പം അതുകൊണ്ട് ഓർക്കണം, സ്പ്രിങ് ആക്ഷനുള്ള വലിയ ബെഡിൽ കിടന്നാൽ രാവിലെ ഏൽക്കുമ്പോൾ എല്ലാ വേദനയും കൂടും. നമ്മൾ ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് 4 ഇഞ്ച് വരെ ഉള്ള ബെഡേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ ഫോം ചകിരിയുമുണ്ട്. ഒരു ഭാഗം ചകിരി, ഒരു ഭാഗം ഫോമുമായിരിക്കും. ആ ഫോമുള്ളവ അടിയിലും ചകിരിയുള്ളവ മേലിലാക്കിയിട്ടും വേണം നടുവേദനക്കാരും കഴുത്ത് വേദനക്കാരൊക്കെ കിടക്കാൻ. അല്ലെങ്കിൽ ഉന്നത്തിൻ്റെ കള്ളി കള്ളിയായിട്ട് അടിച്ച ചെറിയ ബെഡ് കിട്ടും. അതിലൊക്കെ ബെസ്റ്റ് മരക്കട്ടിലിൽ, പലകക്കട്ടിലിൽ കമ്പിളി 4ഓ 5ഓ ആക്കി മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ സേഫായിട്ട് കിടക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതൊന്ന്. പിന്നെ എക്സർസൈസാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ, നടുവേദന വന്ന് സർജറി വേണമെന്ന് പറഞ്ഞു വിട്ട പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ ഇവിടുന്ന് സുഖമായി അവൻ്റെ അനുഭവ സാക്ഷ്യം ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. അവനെ ഞാൻ ഇവിടെ പഠിപ്പിച്ചു കൊടുത്ത എക്സർസൈസുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ദയവായിട്ട് ഈ അനുഭവ സാക്ഷ്യം കേൾക്കുകയും ആ കുട്ടിയുടെ തന്നെ എക്സർസൈസ്, ഞാനിവിടെ ചെയ്യിപ്പിച്ച എക്സർസൈസുകൾ കാണുകയും രാവിലെ 20 മിനിറ്റും വൈകിട്ട് 10 മിനിറ്റും ജീവിതത്തിൽ അത് ഉടനീളം ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുകയും ചെയ്യുന്നുവെങ്കിൽ നടുവേദനയും കഴുത്തുവേദനയും കൈ പൊന്തിക്കാൻ വയ്യാത്ത പ്രയാസങ്ങളുമൊക്കെ മാറി ആരോഗ്യമുള്ളവരായി നടക്കാനായിട്ട് നമുക്ക് കഴിയും എന്ന ഒരു നല്ല ചിന്ത നമുക്ക് ഈ വീഡിയോ കാണുന്ന വഴി നിങ്ങൾക്കുണ്ടാവണം. അപ്പോൾ ഈ വീഡിയോ അതിനായി മാത്രമാണ് ഞാൻ ഇന്ന് വളരെ പ്രധാനമായും ഈ സമയം ചെലവഴിക്കുക. ഓരോ ദിവസവും നമ്മളുടെ വീഡിയോ ഒത്തിരി പേര് കാണുന്നത് കൊണ്ടും അവരുടെ സംശയങ്ങൾക്കുള്ള നിവാരണങ്ങളുമൊക്കെയാണ് ഈ ഒരു വീഡിയോ ഇടാനുള്ള പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ ഡിസ്ക് ബൾജ് ചെയ്യുന്നത് കുഞ്ഞുനാൾ മുതലേ ആരംഭിക്കുന്നു. ഒരു 4 വയസ്സുള്ള വരെയൊക്കെയുള്ള പ്രായം, അല്ലെങ്കിൽ 5 വയസ്സ് വരെയുള്ള പ്രായങ്ങളിൽ വലിയ ചാട്ടവും ഓട്ടവും വീഴ്ചയും കസേരയെന്ന് മറിയലും ഒക്കെ ചെയ്യുന്ന, കട്ടിലെന്ന് വീഴുകയൊക്കെ ചെയ്യുന്ന അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ ചെറിയ ചെറിയ ബൾജുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കരുതണം. പ്രായം കൂടുതലാവുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഗർഭപാത്രത്തിലേ നമ്മളുടെ കുഞ്ഞ് ഡിസ്ക് ബൾജുകൾ ആരംഭിക്കുന്നുണ്ട് എന്ന് നാം കരുതണം. പിന്നെ നമ്മുടെ യാത്രാവേളയിലുള്ള റോഡിലെ വലിയ കട്ടറുകൾ, അതിൽ ബസ്സിലൊക്കെ ഇരുന്ന് ബാക്ക് ഭാഗമൊക്കെ ഇരുന്ന് അത് പൊന്തി വീഴുക, ഇങ്ങനെയൊക്കെ വരുന്ന അവസ്ഥകളിൽ ഒത്തിരി ആളുകൾക്ക് നടുവേദന ചെറുതായിട്ടുള്ളവർക്ക് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ചില നല്ല ചിന്തകളും നല്ല അറിവുകളും നല്ല പോംവഴികളുമാണ് പങ്കുവയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ അനുഭവ സാക്ഷി വീഡിയോയും ഡിസ്ക് ബൾജിങ്ങിനും കഴുത്ത് പ്രശ്നങ്ങൾക്കാർക്കും നിരന്തരമായി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ആ കുട്ടിയുടെ തന്നെ വീഡിയോയും ഒക്കെ ഞാൻ ഇതിനകത്തിടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ട് അതിനാസ്പദമാക്കിയിട്ടുള്ള എക്സർസൈസുകൾ ചെയ്യാനായിട്ട് നാം പഠിക്കണം. ആയുർവേദത്തിൽ എന്നെ ഏറെ ചിന്തിപ്പിക്കുന്നതും എന്നെ ഏറെ വലുതാക്കിയതും എന്നെ സമൂഹം അറിയപ്പെടാൻ തുടങ്ങിയതും കാരണത്തെ കണ്ടെത്തിയുള്ള ചികിത്സയ്ക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. 2 കഷായമില്ല, കഴിക്കാൻ മരുന്നില്ല, പഥ്യമില്ല, റെസ്റ്റില്ല, നല്ലിരിക്കലില്ല. പണ്ടൊക്കെ ആയുർവേദത്തിൽ നല്ലിരിക്കൽ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. നല്ലിരിക്കൽ എന്താണെന്നറിയോ? നാം ഒരു 10-21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ 10-21 ദിവസം അനങ്ങാതെ കിടന്നുകൊള്ളുക. അങ്ങനെ അനങ്ങാതെ കിടന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് വരുമ്പോൾ കടുത്ത പ്രയാസങ്ങൾ, ആദ്യത്തേക്കാൾ കൂടുതൽ പ്രയാസങ്ങളായിരിക്കും. അപ്പം അതൊക്കെ മാറാനായിട്ട് നമ്മൾ ജീവിതത്തിൽ ഭക്ഷണത്തെ ഒന്ന് നിയന്ത്രിക്കുകയും ലഘു ആഹാര രീതികളും മാംസ്യാഹാരങ്ങളുടെ അധിക ആകാതെയും ദൈനംദിനം 2 നേരം കുളിച്ചും ആവശ്യമുള്ള വെള്ളം കുടിച്ചും നല്ല എക്സർസൈസ് ചെയ്തും മൺതരികളിൽ ചവിട്ടി നടന്നും സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ
സംരക്ഷിക്കാം. അതിനാണ് ഇന്നത്തെ ഈ ഒരു കൊച്ചു ക്ലാസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നടുവേദന ശക്തമാണെങ്കിൽ പുളിയുടെ ഇലയും മുരിങ്ങയുടെ ഇലയും അരച്ച് മുറിവെണ്ണയിൽ ചാലിക്കുകയോ അഥവാ അതില്ലെങ്കിൽ നല്ലെണ്ണ അഥവാ എള്ളെണ്ണ ചാലിച്ച് നടുവിലിടുക. ഒരു വീതിയുള്ള കല്ലുകൊണ്ട് കീറിയ കല്ലുകൊണ്ടായാലും മതി. ഒരു പീസ് കീറിയെടുത്തിട്ട് ചുറ്റി കെട്ടരുത്. ഈ അഗ്രഭാഗം എൻഡ് ഭാഗം ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക് വെക്കുക. അതൊരു കുറച്ച് ദിവസം അടുപ്പിച്ചങ്ങ് ചെയ്താൽ ആ നീർക്കെട്ട് കാര്യങ്ങളിങ്ങ് പോരും, ആ വേദനകൾ കുറക്കും. ഇനി കഴുത്ത് വേദനയാണ് ഏറ്റവും പ്രധാനം, കൈവേദനയാണ്, കൈ പൊന്തിക്കാൻ പ്രയാസമാണ് എങ്കിൽ കുന്നിക്കുരു, ആ കുന്നിക്കുരു ഒരു 100 ഗ്രാം വാങ്ങിക്കുക. വെള്ളയുമുണ്ട് ചുവപ്പുമുണ്ട്. വെള്ളയാണ് കുറച്ചുകൂടെ നല്ലത്, ഇച്ചിരി വില കൂടുതലും വെള്ളക്കാണ്, അല്ലെങ്കിൽ ചുവപ്പ് ഏതെങ്കിലും. തുണിയിൽ പൊതിഞ്ഞ് ഒരു 100 ഗ്രാം തുണിയിൽ പൊതിഞ്ഞ് നന്നായിട്ട് ഇടിച്ച് പൊട്ടിക്കണം. പൊട്ടിച്ചതിന് ശേഷം കാച്ചി തണിയിച്ച പശുവിൻ പാലിൽ അല്പം ഇട്ട് വെക്കണം. അതൊരു ചരുവത്തിലേക്ക് കുറേ പാലൊഴിച്ചിടണ്ട, ആ ചരുവം ചരിച്ചു വെക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തിട്ടിട്ട് അത് മുങ്ങാവുന്ന അത്രയും പാലൊഴിച്ച് വെക്കുക. ഒരു രാത്രി ഒരു 18 മണിക്കൂർ ഇരുന്നോട്ടെ, അത്ര നല്ലതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അരച്ചെടുക്കണം. അരകല്ലിൽ അരക്കുന്നതാണ് നല്ലത്. നിവൃത്തിയില്ലെങ്കിൽ മിക്സിയിൽ അരക്കുക. ഞാനത് പറയുന്നുള്ളൂ, അരകല്ലൊക്കെ പോയല്ലോ, ഇനി മ്യൂസിയത്തിൽ കാണേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഈ നന്നായിട്ട് അരച്ചെടുത്തിട്ട് 1 ലിറ്റർ നല്ലെണ്ണ ഒഴിക്കുക. അത് നല്ലെണ്ണ അല്ല, അഥവാ എള്ളെണ്ണ. ചിലർ നല്ലെണ്ണ എന്ന് പറയും, ചിലർ എള്ളെണ്ണ എന്ന് പറയും. ആ എള്ളെണ്ണ ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. പ്രായം ആദ്യ മധ്യ അന്ത്യ 3 ഭാഗങ്ങളാണ്. ഒരു പകുതി പ്രായം മുതൽ എന്ന് പറഞ്ഞാൽ ഒരു യൗവനത്തിൻ്റെ അവസാന ഭാഗം മുതൽ അങ്ങോട്ട് മേളിലേക്കുള്ളവർക്ക് അതൊന്നും മുരുമുരുന്നാകുന്ന രീതിയിൽ ആക്കി കഴിയുമ്പോൾ തണിയിച്ച് അരിച്ച് കുപ്പിയിലൊഴിച്ച് വെക്കുക. എല്ലാ ദിവസവും തലയിൽ തേച്ച് കുളിക്കുകയും കഴുത്തിൽ പുരട്ടുകയും ചെയ്യുക. ഞാൻ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇത് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തിട്ട് അവർക്ക് വളരെ നന്നായി വലിയ അനുഭവമുണ്ടായി എന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. അപ്പം ഈ ധാരാളം ആളുകൾ നൽകിയ എനിക്ക് തന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ വാക്കുകളാണ് ഞാൻ ഈ വീഡിയോ ഇടാനും എന്നെ പ്രചോദിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളെല്ലാം മരുന്ന് വാങ്ങിച്ച് പോകാതെ നമുക്ക് പറ്റുന്ന ലളിതമായ മാർഗങ്ങൾ ഉള്ളത് ചെയ്തിട്ട്, എന്നിട്ടൊന്നും നിവൃത്തിയില്ല എങ്കിൽ മാത്രമേ നമ്മൾ ഒരു മരുന്ന് കഴിക്കുകയോ അടുത്ത നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറയുക. അപ്പം ഞാനിവിടെ പങ്കുവെക്കാൻ പോകുന്ന ഈ അനുഭവ സാക്ഷ്യം, ആ കുട്ടി ഒരു 33 ദിവസം ഇവിടെ നിൽക്കേണ്ടി വന്നു. എന്തിനാ? അത്രയും നിൽക്കണ്ടായിരുന്നു. നമ്മളെ കൊടുക്കുന്ന എക്സർസൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേദന കൂടിയാൽ അതിനെ കുറക്കും. ആ കുറയ്ക്കാനുള്ള സംവിധാനമാണ് ഈ ആശുപത്രിയിൽ ഞങ്ങൾ വർഷങ്ങളായി, കഴിഞ്ഞ 10-30 വർഷങ്ങളായി കൊണ്ട് നടക്കുന്നു. ഈ 30 വർഷം കൊണ്ട് ഒത്തിരി പേർ പോയി സുഖപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ചിലർക്കൊക്കെ വളരെ വിരളം ആളുകൾക്ക് മാറിയില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം? അവർ ചെന്നപ്പോഴും വീണ്ടും പഴയപടി തന്നെ സ്വീകരിച്ചു. എക്സർസൈസ് ഒന്നുമില്ല. ഇപ്പം നമ്മളുടെയൊക്കെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, തിന്നുക, തോണ്ടി കാണുക, ഉറങ്ങുക. ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയ യുവാക്കളാണ് അധികവും. അതുകൊണ്ട് നിർബന്ധമായിട്ടും വരും കാലങ്ങളിൽ നടുവേദനയും ഈ കഴുത്ത് വേദനയും വളരെ കൂടാം. അപ്പം അതുകൊണ്ട് നമ്മൾ മുന്നോടിയായിട്ട് ചെയ്യേണ്ട ആ നല്ല ചിന്തകളും അറിവുകളുമാണ് ഞാനിവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എൻ്റെ പേര് വരുൺ. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇഞ്ചുറി പറ്റിയതാണ്. ഡിസ്ക് ബൾജായി, പിന്നെ ലെഗ് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ സാറെ കൺസൾട്ട് ചെയ്തു. റിപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്തപ്പോൾ സാറ് പറഞ്ഞു 4 വീക്സ് ടൈം എടുക്കും ട്രീറ്റ്മെൻറ്റിനെന്ന് പറഞ്ഞു. ഞാൻ 4 വീക്സ് വന്ന് അഡ്മിറ്റായി. ഇപ്പോൾ ഒരു 32 ഡേയ്സ് ആയി. ഞാനിപ്പോൾ റിക്കവറായി, ബെറ്ററാണ്, നടക്കാൻ പറ്റുന്നുണ്ട്, ഇഞ്ചുറീസ് ഒന്നുമില്ല, റിക്കവറായി. ഒന്ന് ഡിസ്ചാർജ് ആവുകയാണ്.
സോ എല്ലാവരും ഇവിടെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. സാറാണെങ്കിലും ഡോക്ടേഴ്സാണെങ്കിലും സ്റ്റാഫ്സാണെങ്കിലും. സോ ഇപ്പോൾ എനിക്ക് റിക്കവറായി ബെറ്ററാണ്. സോ താങ്ക് യു ഫോർ എവരിവൺ. ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ആളുടെ തന്നെ ഈ നടുവേദനയ്ക്ക് വേണ്ട എക്സർസൈസുകൾ ആ വീഡിയോയും നമുക്കൊന്ന് കാണാം. കൈ ഇങ്ങനെ കറക്കുന്നത് വഴി കഴുത്ത് വേദനയ്ക്കും കൈ പൊന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്കും വളരെ സ്വീകാര്യമാണ്. ഈ ഇരുന്നെണീക്കുകയും കമിഴ്ന്ന് കിടന്ന് കൈയിലും കാൽവിരലുകളിലും ബലം കൊടുത്ത് ഊന്നി നിൽക്കുകയും ചെയ്യുന്നത് നടുവേദന കുറയ്ക്കാനും ഹൃദയത്തിൻ്റെ രക്തധമനികളിലൂടെയുള്ള ഒഴുക്കിനെ കൂട്ടാനും ഹൃദയ സംബന്ധമായ കംപ്ലൈൻറ്റുകൾ ഉണ്ടാവാതിരിക്കാനും ഒക്കെ സഹായിക്കും. ഈ എക്സർസൈസ് വയറ് കുറയ്ക്കാനുള്ളതാണ്. അത് വയറ് കുറയ്ക്കും. ദിവസവും ചെയ്യണം. എല്ലാ സ്ത്രീകളും പുരുഷന്മാരും വയറ് കൂടുതലാണോ നിങ്ങളത് ചെയ്തിരിക്കണം. ഇങ്ങനെ വ്യത്യസ്തമായ എക്സർസൈസുകളും ആവശ്യമായ വെള്ളം കുടിക്കലുകളും നല്ല ചിന്തകളും ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിച്ച് ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നടുവേദനയില്ലാത്ത അല്ലെങ്കിൽ ആ ഡിസ്കിൻ്റെ ബൾജിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ പരിഹരിക്കും. നമ്മൾ സൈക്കോളജിക്കലായിട്ട് ഡിസ്ക് ബൾജായി ഡോക്ടർ പറഞ്ഞു സർജറി വേണമെന്ന് പറഞ്ഞു. ഈ ഒരു ചിന്ത നമ്മെ മാനസികമായി ഇരട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നെല്ലാവരും. അപ്പം അതുകൊണ്ട് ആ ചിന്തകളൊക്കെ അങ്ങ് വെടിഞ്ഞ് എനിക്ക് ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചുകൊണ്ട് ഈ പ്രകൃതിയിലൂടെ തരുന്ന നല്ല അറിവുകൾ സ്വീകരിച്ച് ഈ പ്രകൃതിയിലെ വിഭവങ്ങൾ ഭക്ഷിച്ച് ആരോഗ്യവാനായിട്ട് ജീവിക്കാൻ എന്ന് പറയാൻ കഴിയുന്ന ഒരു നല്ല ചിന്തയിലേക്ക് നാം ഉയരണം. ആ വളർച്ചയും ഉയർച്ചയും ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും നമ്മെ തേടിയെത്തൂല. ഞാൻ ഉറപ്പ് നൽകുന്നു. കാരണം എൻ്റെ സ്വന്തം ജീവിത അനുഭവങ്ങളിലൂടെയാണ് ഞാനിത് പങ്കുവയ്ക്കുക. അപ്പോൾ ഇത് ധാരാളം ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും അങ്ങനെ എൻ്റെ ഈ എളിയ വാക്കുകൾക്ക് അതുവഴി വലിയൊരു നന്ദി അറിയിക്കുകയാണ് ചെയ്യണേ. ഈ എക്സർസൈസുകൾ ചെയ്ത് ആരോഗ്യവതികളും ആരോഗ്യവാന്മാരുമായിട്ടിരിക്കുന്ന ഒരു നല്ല ഭാവി, അതുപോലെ തന്നെ നമുക്ക് വളർന്നു വരുന്ന കുഞ്ഞുമക്കളെ ഇത് പഠിപ്പിക്കുകയും അവരറിയുകയും അവരെ ചെയ്യിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് വരട്ടെ ഇന്നു മുതലുള്ള നമ്മുടെ കുടുംബ ചിന്തകൾ. നന്ദി, നമസ്കാരം.